ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചിറ്റർ സെന്റർ യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന യുവത ക്രിസ്തുവിന്റെ വഴികാട്ടിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന ധ്യാന യോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭേദഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിലെ 8-ാം വാക്യം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ അശുദ്ധമാക്കിയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അവിടുത്തെ ആൾക്കാരെ ആക്രമിക്കുകയും യെരുശലേമിലുള്ള സ്വത്തുക്കളും അതെല്ലാം ബാബേലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഈ യെരുശലേമിലേക്കുള്ള സ്വത്തുക്കൾ അത് അവരുടെ വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏക ആരാധനയിൽ നിന്ന് അവർ വിഗ്രഹ ആരാധനകൾക്ക് മാറുകയും ചെയ്തു. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ എല്ലാ യോഗ്യതയുള്ള 4 പേരെ അവരുടെ ഭാഷയും അവരുടെ സംസ്കാരം പഠിപ്പാൻ ഇടയെത്തീർന്നു. എന്നാൽ അടിമകൾക്കോ അല്ലെങ്കിൽ ഇവരെ ചെറിയ അടിമകൾക്ക് ഇവർക്ക് എതിർത്ത് നിൽക്കുവാനോ അവർക്ക് പൊരുതുവാനോ സാധിച്ചില്ല. 2 ചിന്തകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, തന്നെ അശുദ്ധമാക്കിയില്ല എന്ന് അവർ തീരുമാനിച്ചു. കൊട്ടാരത്തിലിരുന്നാലും കുടിലിരുന്നാലും തന്റെ ദൈവത്തിന് ഹിതമായി അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് എല്ലാവിധ സൗകര്യം എല്ലാം ഉണ്ട്. എന്നാൽ പോലും നമ്മൾ ഇന്ന് ആരെ ആരാധിക്കണം, ആരെ സേവിക്കണം, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം എന്നുള്ള അവകാശം ഇന്നുണ്ട്. എന്നാൽ ദാനിയേലാകട്ടെ ദൈവഹിതത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ ദൈവഹിതത്തിന് അല്ലാതെ മറ്റൊന്നും ചെയ്യാതെ അവർ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്തത്. ഈ ഒരു ജീവിതം നമുക്ക് മാതൃകയാണ്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ദാനിയേൽ ഷണ്ഡാധിപനോട് പറയുവാണ്. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൽപ്പനകൾ പാലിക്കേണ്ടത് ഒരു പൗരന്റെ ആവശ്യമാണ്. എന്നാൽ ദൈവഹിതത്തിന് അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ ദൈവഹിതത്തിന് അരുതാതെ മാത്രം നമ്മൾ ചെയ്യരുത്. ദാനിയേലും ഷണ്ഡാധിപനുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ കോൺവെർസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും നൽകുവാൻ ഇടയായി തീർന്നു. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പല അപകടങ്ങളും പല പ്രതിസന്ധികളും ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് നമ്മളെ കാത്തു പരിപാലിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ് ദൈവം നമ്മളെ ഈ പോറ്റി പുലർത്തുന്നത്. ഈ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും നേരിട്ടെന്ന് വരാം. എന്നാൽ അതിനോടൊക്കെ നോ പറയേണ്ടടുത്ത് നോ പറയുവാൻ തന്നെ ഇടയാക്കണം. ഓഫീസിലായിക്കോട്ടെ, കൊളീഗ്സിന് മുമ്പിലായിക്കോട്ടെ, ഏതൊരു കാര്യത്തിലാണേലും നമുക്ക് ഇഷ്ടമല്ലാത്തവ കാണുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ അതിനോട് നോ പറയേണ്ടടുത്ത് നോ പറയാൻ തന്നെ ഒരു ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.